ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങളോട് അസൂയ തോന്നിപ്പിക്കാൻ, ആ വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പുറകെ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വളരെയധികം സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ നിരാശയോടുകൂടി ഇരിക്കുകയല്ല വേണ്ടത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെയധികം വിഷമത്തിലാണ് എന്നുള്ളത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് സാഡ് സ്റ്റാറ്റസുകളും അവരെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ക്യാപ്ഷൻസും സെൻറ്റൻസുകളൊക്കെ ടൈപ്പ് ചെയ്ത് സ്റ്റാറ്റസും പോസ്റ്റൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, ആ ബ്രേക്കപ്പിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവുമില്ല, നിങ്ങൾ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു, വളരെ ഫണ്ണായിട്ട് ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പോസ്റ്റുകൾ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അവർ കാണും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ അവരോട് അത് പറഞ്ഞേക്കും. അപ്പോൾ അവരെ അറിയിക്കുക നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ യാത്രകൾ പോവുകയും ഒക്കെ ചെയ്യുക. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു അസൂയ തോന്നാൻ ചാൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി ആ വ്യക്തിക്ക് അസൂയുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും അസൂയ തോന്നാൻ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അസൂയ തോന്നുകയും തിരിച്ചു വരാനും അതൊരു സാധ്യതയൊരുക്കും എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ നിങ്ങളിൽ നിന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ കൂടും, ദേഷ്യമൊക്കെ വന്നേക്കാം, പക്ഷേ നിങ്ങളുടെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അവർ വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ബിസി ആണെന്ന് എന്തെങ്കിലുമൊക്കെ പറയുക. അതുപോലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്നൊന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുക, കുറച്ച് ടൈമൊക്കെ ഡിലേ ആയിട്ടൊക്കെ സീൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അഥവാ ഇഗ്നോർ ദം എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നത്, അവരുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് നല്ല ക്ലോസ് ആവുക എന്നുള്ളതാണ്. അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അവരെക്കുറിച്ച് നല്ലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ വ്യക്തി അത് കേൾക്കുമ്പോൾ, എന്താണ് എന്നെ ശ്രദ്ധിക്കാത്തത്, എന്താണ് എന്നോടൊന്നും പറയാത്തത്, ആ രീതിയിലുള്ള ആ ഒരു ജലസി മനോഭാവം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അഥവാ അവളാവട്ടെ അവനാവട്ടെ അവരുടെ സുഹൃത്തുക്കളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവരോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും സ്റ്റോറീസും ഒക്കെ ഇടുന്നുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, നോക്കാൻ പോകരുത്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ സ്റ്റോറീസ് നോക്കണ്ട, പോസ്റ്റുകൾ നോക്കണ്ട, ലൈക്ക് അടിച്ചു കൊടുക്കണ്ട. അവരുടെ സ്റ്റോറീസ് ആണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും എല്ലാം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്റ്റോറീസ്, നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റുകളും ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകളും മാത്രം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ കൂടെ കൂടിച്ചേർന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തേക്ക് ഒന്നിച്ച് യാത്ര പോകുക എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതേ സ്ഥലത്തേക്ക്, നിങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് വേറൊരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, യാത്ര പോവുക. എന്നിട്ട് അതിൻ്റെ സ്റ്റോറീസും അതുപോലെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവർ കാണും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കാണും, അവരറിയാൻ ചാൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പല ടെക്നിക്കുകളും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതൊന്ന് ചെയ്തു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുതിയ പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കഴിവ് നിങ്ങൾ തെളിയിക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ ഫ്രണ്ട്സുമായിട്ടുള്ള സെൽഫീസ്, കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുമായിട്ട് യാത്ര പോവുക, അത് എൻജോയ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഇനി പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഭവം തന്നെയാണ്. അഥവാ അവർക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആ ഒരു വ്യക്തിയോട് കൂടെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും ഇടപഴകുകയും ചെയ്യുക, അത് അവരെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളും ചെയ്താൽ തന്നെ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അസൂയ തോന്നുകയും അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും പഴയ പോലെ ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റാവാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് ഞാൻ പറയുന്നത് ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതല്ല നിങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്ന ഒരു വ്യക്തിയാണെങ്കിലൊക്കെയാണ് ഇത് സംഭവിക്കുക. നേരെ മറിച്ച് നിങ്ങളെ ഇഷ്ടമല്ല, ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടൊന്നും അവർ മൈൻഡ് ചെയ്തോളണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഹൃദയത്തിൽ തട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.